നമസ്സർവേഭ്യഃ. ഭഗവത്ഗീത പഠനത്തിന്റെ ഈ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബന്ധങ്ങളും കടമകളും തമ്മിലുള്ള വലിയൊരു പോരാട്ടമാണ് നാം ഇവിടെ കാണുന്നത്. സ്വന്തം പ്രിയപ്പെട്ടവരോടുള്ള മമത എങ്ങനെയാണ് ഒരാളുടെ നിശ്ചയദാർഢ്യത്തെ തളർത്തുന്നത് എന്ന് അർജുനനിലൂടെ നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാം. ലൗകികമായ നേട്ടങ്ങളെക്കാൾ വൈകാരിക ബന്ധങ്ങൾക്ക് മനുഷ്യൻ നൽകുന്ന വിലയെക്കുറിച്ചുള്ള ഈ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നമുക്ക് 33, 34, 35 ശ്ലോകങ്ങൾ പഠിക്കാം. ആദ്യം ശ്ലോകം കേൾക്കാം. യേഷാമർത്ഥേ കാംക്ഷിതം നഃ രാജ്യം ഭോഗാഃ സുഖാനി ച ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. യേഷാമർത്ഥേ കാംക്ഷിതം നഃ രാജ്യം ഭോഗാഃ സുഖാനി ച ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. ആചാര്യാഃ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹാഃ മാതുലാഃ ശ്വശുരാഃ പൗത്രാഃ ശ്യാലാഃ സംബന്ധിനസ്തഥാ. ആചാര്യാഃ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹാഃ മാതുലാഃ ശ്വശുരാഃ പൗത്രാഃ ശ്യാലാഃ സംബന്ധിനസ്തഥാ. ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അപി ത്രൈലോക്യരാജ്യസ്യ ഹേതോഃ കിന്നു മഹീകൃതേ. ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അപി ത്രൈലോക്യരാജ്യസ്യ ഹേതോഃ കിന്നു മഹീകൃതേ. വരികളുടെ അർത്ഥം നോക്കാം. യേഷാമർത്ഥേ കാംക്ഷിതം നഃ രാജ്യം ഭോഗാഃ സുഖാനി ച. യേഷാം ആർക്ക്, അർത്ഥേ വേണ്ടി, യേഷാമർത്ഥേ ആർക്ക് വേണ്ടി, കാംക്ഷിതം ആഗ്രഹിക്കപ്പെടുന്നത്, നഃ നമുക്ക്, രാജ്യം രാജ്യം അതായത് ഈ കിങ്ഡം, ഭോഗാഹ ആസ്വാദനങ്ങൾ, സുഖാനി സുഖങ്ങൾ. ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. തേ അവർ, ഇമേ ഇതാ ഇവർ, അവസ്ഥിതാഹ നിൽക്കുന്നു, യുദ്ധേ യുദ്ധത്തിൽ, പ്രാണാൻ ജീവൻ, ത്യക്ത്വാ ഉപേക്ഷിച്ചിട്ട്, ധനാനി സമ്പത്ത്. ആചാര്യാഃ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹാഃ. ആചാര്യാഃ ഗുരുക്കന്മാർ, പിതരഃ പിതാക്കൾ, പുത്രാഃ പുത്രന്മാർ, തഥാ ഏവ അതുപോലെ തന്നെ, പിതാമഹാഃ പിതാമഹന്മാർ. മാതുലാഃ ശ്വശുരാഃ പൗത്രാഃ ശ്യാലാഃ സംബന്ധിനസ്തഥാ. മാതുലാഃ അമ്മാവന്മാർ, ശ്വശുരാഃ ഭാര്യാപിതാക്കന്മാർ അതായത് അമ്മായിയപ്പന്മാർ, പൗത്രാഃ പേരക്കുട്ടികൾ, ശ്യാലാഃ അളിയന്മാർ ബ്രദേഴ്സ് ഇൻ ലോ, സംബന്ധിനഃ ബന്ധുക്കൾ. ഏതാൻ ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന. ഏതാൻ ഇവരെ,
ന ഇല്ല, ഹന്തും കൊല്ലാൻ, ഇച്ഛാമി ആഗ്രഹിക്കുന്നു. ന ഹന്തും ഇച്ഛാമി ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. ഘ്നതഃ അപി കൊല്ലപ്പെട്ടാലും, മധുസൂദന ഹേ കൃഷ്ണ ഞാൻ കൊല്ലപ്പെട്ടാലും ഞാൻ ഇവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. അപി ത്രൈലോക്യ രാജ്യസ്യ ഹേതോഹ കിം നു മഹീകൃതേ. അപി പോലും, ത്രൈലോക്യ മുപ്പാരിലെ ഈ 3 ലോകത്ത് പോലും, രാജ്യസ്യ രാജ്യത്തിന്, ഹേതോഹോ വേണ്ടി, കിം നു പിന്നെയാണോ, മഹീകൃതേ ഭൂമിക്ക് വേണ്ടി. മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. ആർക്കു വേണ്ടിയാണോ നമ്മൾ രാജ്യവും സുഖഭോഗങ്ങളും ഐശ്വര്യങ്ങളും ആഗ്രഹിക്കുന്നത്, ആ പ്രിയപ്പെട്ടവർ ഇതാ സ്വന്തം ജീവനും സമ്പത്തും ഉപേക്ഷിക്കാൻ തയ്യാറായി നമുക്കെതിരെ യുദ്ധക്കളത്തിൽ അണിനിരന്നിരിക്കുന്നു. നമ്മുടെ ഗുരുക്കന്മാർ, പിതാക്കൾ, പുത്രന്മാർ, പിതാമഹന്മാർ, അമ്മാവന്മാർ, അമ്മായിയപ്പന്മാർ, പേരക്കുട്ടികൾ, അളിയന്മാർ, മറ്റു ബന്ധുക്കൾ എന്നിവരാണിവർ. ഹേ മധുസൂദന, ഇവർ എന്നെ കൊന്നാൽ പോലും ഞാൻ ഇവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. 3 ലോകങ്ങളുടെയും ആധിപത്യം ലഭിക്കുമെങ്കിൽ പോലും എനിക്ക് ഈ രക്തച്ചൊരിച്ചിൽ വേണ്ട. പിന്നെയാണോ വെറും ഈ ഭൂമിക്ക് വേണ്ടിയുള്ള യുദ്ധം. ജീവിത പാഠം നോക്കാം. പ്രിയപ്പെട്ടവരോടുള്ള അമിതമായ മമത പലപ്പോഴും നമ്മുടെ കർത്തവ്യബോധത്തെ തളർത്തുകയും വിവേകത്തെ മറയ്ക്കുകയും ചെയ്യും. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ആത്മബന്ധങ്ങൾക്ക് നാം വില കൽപ്പിക്കുമെങ്കിലും ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾക്കും നീതിക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ വ്യക്തിപരമായ വികാരങ്ങളെ മറികടക്കാൻ നാം പഠിക്കേണ്ടതുണ്ട്. ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാം. യേഷാമർത്ഥേ കാംക്ഷിതം നഃ രാജ്യം ഭോഗസുഖാനി ച ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. യേഷാമർത്ഥേ കാംക്ഷിതം നഃ രാജ്യം ഭോഗസുഖാനി ച ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. ആചാര്യാഃ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹാഃ മാതുലാഃ ശ്വശുരാഃ പൗത്രാഃ ശ്യാലാഃ സംബന്ധിനസ്തഥാ. ആചാര്യാഃ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹാഃ മാതുലാഃ ശ്വശുരാഃ പൗത്രാഃ ശ്യാലാഃ സംബന്ധിനസ്തഥാ. ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അപി ത്രൈലോക്യരാജ്യസ്യ ഹേതോഃ കിന്നു മഹീകൃതേ. ഏതാൻ ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അപി ത്രൈലോക്യരാജ്യസ്യ ഹേതോഃ കിന്നു മഹീകൃതേ. സ്വന്തം ബന്ധുക്കളെ കൊന്ന് നേടുന്ന വിജയത്തെക്കാൾ നല്ലത് തോൽവിയോ മരണമോ ആണെന്നാണ് അർജുനൻ ഇവിടെ വാദിക്കുന്നത്. തന്റെ മനസ്സിനെ അലട്ടുന്ന ഈ ധർമ്മസങ്കടങ്ങൾ ഓരോന്നായി അർജുനൻ കൃഷ്ണന് മുന്നിൽ നിരത്തുകയാണ്. എന്നാൽ കൃഷ്ണൻ ഇപ്പോൾ മറുപടി നൽകുന്നില്ല. പകരം അർജുനന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് മൗനം പാലിക്കുകയാണ്. ഈ യുദ്ധം ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന ദോഷങ്ങളെക്കുറിച്ച് അർജുനൻ ഇനിയുള്ള ശ്ലോകങ്ങളിലും സംസാരിക്കുന്നുണ്ട്. ഭഗവാന്റെ മറുപടിക്കായി നാം ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. നമുക്ക് നാളെ അടുത്ത ശ്ലോകത്തിലേക്ക് നോക്കാം. ധന്യവാദഃ. ഹരേ കൃഷ്ണ.